നമസ്കാരം. കാര്യമൊക്കെ ശരി തന്നെ. നിങ്ങൾ ഇടതുപക്ഷ ചിന്താധികാരനായിരിക്കാം, ഇടതുപക്ഷ അനുഭാവിയായിരിക്കാം, ഇടതുപക്ഷ സംഘടനയിലെ അംഗമായിരിക്കാം. പക്ഷേ ഗവൺമെന്റിനെ വിമർശിക്കരുത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയോ മന്ത്രിമാരെയോ വിമർശിക്കരുത്. വിമർശിച്ചു കഴിഞ്ഞാൽ അടി ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ അടി പലതരത്തിലാണ്. ഒന്നുകിൽ നേരിട്ട് കായികമായ അടി, അതല്ലെങ്കിൽ സാമ്പത്തികമായ തിരിച്ചടി നൽകുക എന്നതാണ്. ഇപ്പോഴിതാ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പെൻഷൻ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ പെൻഷനിൽ നിന്നും 500 രൂപ സ്ഥിരമായി വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു, അതല്ലെങ്കിൽ കമൻ്റ് ഇട്ടു എന്നതാണ് ഇദ്ദേഹം ചെയ്ത തെറ്റ്. അത് പട്ടാമ്പിയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ഉണ്ടായിരുന്ന ഇപ്പോൾ റിട്ടയറായ മുഹമ്മദ് അലി എന്ന ആളിനാണ് ഈ ദുര്യോഗം വന്നിരിക്കുന്നത്. അദ്ദേഹം KGOS എന്ന് പറയുന്ന സംഘടന, അതായത് ഇടതുപക്ഷ അനുകൂല സംഘടനയാണ്. എനിക്ക് തോന്നുന്നത് CPIയുടെ നേതൃത്വത്തിലുള്ള സംഘടനയാണ് തോന്നുന്നു, എനിക്കത്ര അറിയില്ല. എങ്കിൽ പോലും അതൊരു ഇടതുപക്ഷ അനുകൂല സംഘടനയാണ്. ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നാണ്, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നാണ് അതിൻ്റെ പേര്, KGOA. അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു ഇടതുപക്ഷ അനുകൂല സംഘടനയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPI അനുകൂല സംഘടനയാണെന്നാണ് എൻ്റെ വിശ്വാസം. ചിലപ്പോൾ ആയിരിക്കണമെന്നില്ല. എന്തായാലും ആ ഇടതുപക്ഷ അനുകൂലിയായിരുന്നിട്ട് കൂടിയും അദ്ദേഹത്തിന് ഈ ഇടതുപക്ഷ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ മന്ത്രിമാരും ഇടതുപക്ഷ വിരുദ്ധമായ പ്രവർത്തനങ്ങളും പിന്നെ ജീവിതചര്യകളും ഒക്കെ നടത്തുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് പ്രതികരിച്ചു പോകും. അത് ഒരു സാധാരണ പ്രതികരണ ശേഷിയുള്ള ഒരു പൗരൻ്റെ സ്വഭാവമാണ്. അത് ഈ മുഹമ്മദ് അലി, പട്ടാമ്പിയിലെ മുഹമ്മദ് അലി വിദ്യാഭ്യാസ വകുപ്പിലെ സീനിയർ സൂപ്രണ്ടൊക്കെ ആയിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ആളാണ് ഇത്. പിന്നെ ഈ കഴിഞ്ഞ മന്ത്രിസഭയിലെ പിണറായി വിജയനെ ചില നടപടികളും ചില പ്രവർത്തനങ്ങളും കണ്ടപ്പോൾ അതിനെ വിമർശിച്ചത്. മാത്രമല്ല മന്ത്രിമാരെക്കെതിരെ ഈ കണ്ണാടി വാങ്ങിച്ചതിനെ കുറിച്ചും മന്ത്രി രാമകൃഷ്ണൻ, ഇപ്പോഴത്തെ അന്നത്തെ സ്പീക്കറൊക്കെ ആയിരുന്ന രാമകൃഷ്ണൻ ചെയ്ത കാര്യങ്ങളും ഈ കണ്ണാടി വാങ്ങിയതും അതുപോലെ തുക ഒരുപാട് എഴുതിയെടുത്തതൊക്കെ അതിനെതിരായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷേ ആ പ്രതികരണത്തെ പിന്നെ അന്ന് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തു. കാരണം പട്ടാമ്പിയിലെ പോലീസ് തന്നെയാണ് കേസെടുത്തത്. പോലീസ് കേസെടുത്ത് ആ കേസ് കോടതിയിൽ വന്നപ്പോൾ അദ്ദേഹം സർക്കാർ ജോലിയിൽ നിന്നുകൊണ്ട് അങ്ങനെ സർക്കാരിനെ വിമർശിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തിന് 3000 രൂപ പിഴ അദ്ദേഹത്തിന് ഈടാക്കുകയും ചെയ്തു. അത് കോടതി വിധി പകരം ഈടാക്കുകയും ചെയ്തു. എന്നിട്ട് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടത് ശരി തന്നെ, പക്ഷെ അത്ര ഗുരുതരമായ വളരെ മോശപ്പെട്ട വളരെ ഗുരുതരമായ പോസ്റ്റ് ഒന്നുമല്ല അദ്ദേഹം ഇട്ടത്. ഇങ്ങനെ ശരിയാണോ, ഇങ്ങനെ ചെയ്യാമോ, ഒരു ഇടതുപക്ഷ മന്ത്രി ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് മാത്രമാണ് ഇട്ടത്. അല്ലാതെ കടുത്ത ഭാഷയിലുള്ള വിമർശനമൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല. അതുകൊണ്ട് പക്ഷേ ചെയ്തു എന്നത് ശരിതാണെന്ന് കണ്ടെത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 500 രൂപ പെൻഷനിൽ നിന്നും പിടിക്കാൻ തീരുമാനിച്ചു. അത് കുറച്ചു കാലം, വളരെ കുറച്ചു കാലത്തേക്കാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. താൽക്കാലികമായി പെൻഷനിൽ നിന്ന് കുറച്ച് 500 രൂപ പിടിക്കാൻ തീരുമാനിച്ചു. 3000 രൂപ നേരത്തെ കോടതി വിധി പ്രകാരം അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പം റിട്ടയർ ഇങ്ങനെ പെൻഷൻ വാങ്ങി കഴിയാണ്. നിരന്തരമായി എൻ്റെ പെൻഷനിൽ നിന്നും 500 രൂപ പിടിച്ചുകൊണ്ടിരിക്കുന്നു. താൽക്കാലികമായി കുറച്ചു കാലത്തേക്ക് മാത്രമാണ് പിടിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് അധികമായിട്ട് പിടിച്ച എൻ്റെ പെൻഷൻ തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടത് സർക്കാരിന് കത്ത് നൽകി. ഈ കത്ത് നൽകിയതോടെ സർക്കാരിന് കാര്യം കുറച്ചും കൂടി ഘടിപ്പിച്ചു. എന്നാൽ പിന്നെ അയാൾക്ക് താൽക്കാലികമാക്കേണ്ട, സ്ഥിരമാക്കിക്കോളൂ എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ പെൻഷനിൽ നിന്നും 500 രൂപ പിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്നത് മാത്രമാണ്. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത് ഈ ഇടതുപക്ഷ മുഖ്യമന്ത്രി എന്നുള്ളതിൽ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. അത് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിലും അത്ര ഗുരുതരമല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തതാണ്. എങ്കിലും അത് ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല അതൊരു പിന്നെ CPI സംഘടനയുടെ അംഗമായതുകൊണ്ടായിരിക്കാം കൂടുതൽ ഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നിങ്ങൾ വിമർശിക്കുകയാണെങ്കിൽ സൂക്ഷിക്കുക, അത് എന്നായിരുന്നാലും നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്നാണ് ഞങ്ങളൊക്കെ ഈ മാധ്യമത്തിൽ വന്നിരുന്ന ഇതുപോലെ വിമർശിച്ചുകൊണ്ട് ചില വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾക്കും ഇതുപോലെ കായികമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമോ എന്ന് ഞങ്ങൾക്കും ഭയമുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്ക് ഭയമുണ്ട്. കാരണം അത്തരത്തിൽ വിറളി പൂണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റും ഗവൺമെൻറ്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയും എന്ന്. കാരണം ഏത് അക്രമത്തെയും ന്യായീകരിക്കാനും അക്രമത്തെ വളരെ മാതൃകാപരമായ രക്ഷാപ്രവർത്തനമാണെന്ന് വ്യാഖ്യാനിച്ച് അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാർ, ക്രമസമാധാന നില നിലനിർത്താൻ ബാധ്യതപ്പെട്ട സർക്കാർ അത് ചെയ്യാതെ ക്രമസമാധാന നില തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നു, അതിന് ഒത്താശ ചെയ്യുന്ന സർക്കാർ തീർച്ചയായിട്ടും ഇത് തന്നെയാണ്.